ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശരിയായിരിക്കട്ടെ. എല്ലാ തവണത്തെയും പോലെയല്ല, ഇതൊരു എപ്പിസോഡിന്റെ കണ്ടിന്യൂവേഷനാണ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കലഹമായിരുന്നു, കലഹത്തിന്റെ കണ്ടിന്യൂവേഷൻ. കലഹത്തിന്റെ ഞാനും അച്ഛനോടുള്ളൊരു കലഹം കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ ഇന്ന് എന്തായാലും അത് പരിഹരിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന് കേൾക്കേണ്ടത് കലഹത്തിന്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ കലഹിച്ച് നിൽക്കുകയാണ് ഇപ്പം. അപ്പം നമുക്ക് പരിഹരിച്ച് കളയാം. തുടങ്ങിയ കലഹത്തിൻ്റെ പരിഹാര മാർഗങ്ങൾ പലതുണ്ട്. നമ്മൾ ബോധപൂർവം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇതിനെയൊക്കെ പരിഹരിക്കാനായിട്ടും പറ്റും. ഒന്നാമതായിട്ട് ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ ആരാദ്യം മുൻകൈ എടുത്ത് പരിഹരിക്കുന്ന ഓർത്തുകൊണ്ടിരിക്കരുത്. അത് വലിയൊരു അപകടമാണ്. ഇപ്പം പറയാം, ചില കണക്കുകൂടി പറയും, കഴിഞ്ഞ 3 പ്രാവശ്യം വഴക്കുണ്ടാക്കിയപ്പം ഞാൻ ആദ്യം മിണ്ടിയത്, ഇനി 3 പ്രാവശ്യം ഇയാൾ മിണ്ടട്ടെ. അപ്പോൾ 6 കലഹത്തിൻ്റെ കണക്കുകൂടി വെച്ചിരിക്കുകയാണ്. 3 എണ്ണത്തിൽ അയാൾ മിണ്ടി, അടുത്ത 3 ഞാൻ മിണ്ടാം. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ, ഇപ്രാവശ്യം ഇയാൾ. അങ്ങനെ നമ്മളൊരാളെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കിയാൽ കലഹം തീരുകയല്ല. അപ്പം എൻ്റെ ഭർത്താവ് തോറ്റാൽ ഞാൻ തോറ്റുന്നത് തുല്യമാണ്, എൻ്റെ ഭാര്യ തോറ്റാൽ ഞാൻ എൻ്റെ ഭർത്താവ് തോറ്റുന്നത് തുല്യമാണ്. ആ രീതി വേണം. അപ്പം നമ്മളൊരിക്കലും ഈ കണക്ക് വെക്കരുത്. ഒരു കുടുംബമാകുമ്പം ഇടയ്ക്കും മുറിഞ്ഞൊക്കെ വരും. നമ്മളൊരു കുടുംബമല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് എളുപ്പമല്ലല്ലോ. ഇപ്പം കൊച്ചു കാര്യങ്ങളോ വൈകാരികതകൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിരിമുറുക്കങ്ങളോ പലതും വരുമ്പം വെറുതെ കോപം വരും. ഇപ്പം വരുമ്പോൾ എണ്ണി നോക്കി വെക്കല്ല, എണ്ണം വെക്കരുത്. 5 പ്രാവശ്യം അയാൾ ക്ഷമിച്ചെങ്കിൽ അടുത്ത 5 എനിക്ക്, ഇനി 11ാമത്തേത് അയാൾ തന്നെ വേണം. അങ്ങനെ നോക്കിയാൽ പറ്റിയല്ല. പക്ഷെ ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൊരു സെൻറ്റൻസ് ഇതാ, സോറി പറയുക എന്ന് പറയുന്നത്, അത് പറയുന്നവരാണ് സത്യത്തിൽ മിടുക്കര്, ഹൃദയിച്ചല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലർ ഒരിക്കലും പറയില്ല. എല്ലാ തവണ ഒരാൾക്കാണ് ഇട്ടത്, ഭാര്യയോ ഭർത്താവോ ആരാന്നറിയില്ല, അവർ തന്നെ മുൻകൈ എടുക്കും എല്ലാ കാലത്തും. കണക്ക് വെക്കലെന്ന് പറയുമ്പോഴും പക്ഷെ അവർ കുറച്ചുകൂടെ സോറി പറയാൻ മടിയില്ലാത്തവരായതുകൊണ്ടല്ലേ വല്ല കുടുംബങ്ങളും നടന്നു പോകുന്നത്. ഈ സോറി എന്ന വാക്ക് പറയാൻ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. അത് നമുക്ക് മനസ്സാക്ഷിയുള്ളതുകൊണ്ട് നമ്മൾ ആ വാക്ക് പറയും. നമ്മൾ പറയും, ഖേദിക്കുന്ന ഭൂതകാല സ്മരണ മനുഷ്യനുള്ളൂ. ഇന്നലകളിലെ സംഭാഷണത്തിൽ വന്ന തെറ്റുകൾ, മുറിവുകൾ, അപ്പോൾ നമുക്കത് തിരുത്താനും പറ്റും. അപ്പം അതെയാണ് പറഞ്ഞത്, എണ്ണം വെക്കാതെ എപ്പോൾ വന്നാലും ഒരു സോറി. പ്രത്യേകിച്ച് നമ്മുടെ ഭാഗത്തു നിന്നാണ് വന്നെങ്കിൽ തീർച്ചയായിട്ടും ചാടിക്കയറിയൊരു സോറി പറഞ്ഞേക്കണം. അല്ലാതെ തന്നെ സാരമില്ല, നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാനല്ലേ ജീവിതമുള്ളൂ. ആർക്കാ പോയാൽ 2 പേർക്കും പോയി, കിട്ടിയാൽ 2 പേർക്കും കിട്ടി. അത് ഓർത്തുകൊണ്ട് ഈ എണ്ണം വെക്കാതെ ക്ഷമ പറയാനും ആരാണ് കൂടുതൽ പറഞ്ഞത് നോക്കാതെ അങ്ങ് ചെയ്യാനൊക്കെയുള്ള ഒരു മനസ്സ് നമുക്ക് ആവശ്യം. ഞാൻ പറയും ഒരു കൃപയെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ വിചാരമുണ്ട്, നമ്മളിപ്പോൾ സോറി പറഞ്ഞെന്ന് വെച്ചോ, ഇപ്പം ഞാനും അച്ഛനോട് കലഹിച്ചു, കാര്യം അച്ഛൻ്റെ കയ്യിലാണ് പ്രശ്നം, പക്ഷെ ഞാനാണ് സോറി പറഞ്ഞത്, പോട്ടെ. അപ്പോൾ അച്ഛനൊരു ഭാവം, കണ്ടോ നിനക്ക് കാര്യം മനസ്സിലായല്ലോ, നീ ചെയ്തത് തെറ്റാണ്. അങ്ങനെ ചിലർ ഇടപെടുന്ന കണ്ടിട്ടുണ്ട്. സോറി പറയുന്നവരെ വീണ്ടും തരം താഴ്ത്തി അവർ മറ്റേ ഭാഗം ജയിച്ചു, നീയാണ് തെറ്റ് എന്ന്. അപ്പോൾ നമുക്ക് വീണ്ടും മുറിയുന്നൊരവസ്ഥ ഉണ്ടാകാറില്ലേ? ചിലർ ഉണ്ടാകാറുണ്ട് അങ്ങനെ ചിലത്. അങ്ങനെ ഉണ്ടാവും. പക്ഷെ അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണല്ലോ കൃപ, അല്ലേ? അത് വേണം. കാരണം നമ്മളെ വിവാഹത്തിൽ ഒരു ദൈവാനുഗ്രഹം നമുക്ക് ഒപ്പം തന്നു വിട്ടിട്ടുണ്ട്. ഒരു താലിയും ഒരു മോതിരവും മാത്രമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ തന്നാണ് കൗദാശികമായി ബന്ധിക്കുന്നത്. അങ്ങനെ വരുമ്പം ചിലപ്പോൾ മുറിവേറ്റ് കൊച്ചായാലും പോട്ടെ, എൻ്റെ വീടിന് വേണ്ടി അല്ലേ എന്ന് ചിന്തിച്ച് തണുക്കാൻ പറ്റും. അച്ഛന്മാരല്ലേ പഴയകാല കാര്യങ്ങൾ ഓർത്ത് ഖേദപ്പെടും അല്ലേ? ഇങ്ങനെയുള്ള കെട്ടിയോന്മാരും ഒക്കെ പിന്നീട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എത്ര സോഫ്റ്റ് ആയിരുന്നു, പാവമായിരുന്നു എന്നെങ്കിലുമൊക്കെ ഖേദപ്പെടുമായിരിക്കും അല്ലേ? ചെല്ലു പറയാം, എൻ്റെ അച്ഛാ അന്നൊരു വാക്ക് ഒന്ന് ക്ഷമിച്ചായിരുന്നെങ്കിൽ കുടുംബം ഇങ്ങനെ തകരുകയല്ലായിരുന്നു. ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ ഈ ദുരന്തം വരികയല്ലായിരുന്നു. പിന്നീട് ദുഃഖിക്കുന്നവരെ കാണാം. നമുക്ക് ഈ പിരിഞ്ഞു പോയ പാല് വീണ്ടും ഒരുമിച്ചാക്കാൻ പറ്റിയല്ലോ. കയ്യിലുള്ള പാല് പിരിയാതെ സൂക്ഷിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വിവേകപൂർവമായ ഒരു വിചിന്തനം ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഒന്നാമതാണ് വ്യവസ്ഥ വെക്കാതെ, കണക്ക് വെക്കാതെ, എത്ര പ്രാവശ്യം അവിടെ നിന്ന് വിട്ടിട്ട് എനിക്ക് വേണ്ടിയാണ്, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, എത്ര പ്രാവശ്യം വേണ്ടി ഞാനങ്ങ് താന്നേക്കും. അങ്ങനെ എടുക്കാൻ പറ്റിയാൽ വിജയിച്ചു. ഞാൻ താഴുമ്പോൾ മറ്റേ കുതിര കയറുമെന്ന് നോക്കിയാൽ ബുദ്ധിമുട്ടാണ്. കുടുംബത്തിന് വേണ്ടി താഴാൻ മനസ്സുണ്ടോ, താഴുക, നേടുക എന്നുള്ളത്. അല്ലേ, പല ബന്ധങ്ങളും അങ്ങനെ തന്നെ അല്ലേ? കുടുംബജീവിതം അല്ലാത്തതും ഒക്കെ ആണെങ്കിലും നമ്മൾ എവിടത്താണോ ആ ബന്ധം നിലനിൽക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കലഹിച്ച് നിൽക്കുകയാണ്, നമ്മൾ രണ്ടും കലഹത്തിലാണെന്ന് വെച്ചോ, ഒരു എത്ര ടൈം ഗ്യാപ്പ് കൊടുക്കണം ഒന്ന് രമ്യതപ്പെടാൻ? അത് നമ്മൾ ടൈം ഗ്യാപ്പ് നമ്മൾ കൊടുക്കാന്ന് വെച്ചാലേ, നമ്മൾ
ഒരന്തരീക്ഷമായിട്ടേ രമ്യതപ്പെടാൻ നോക്കാവൂ. അല്ലെങ്കിൽ മഹാമോശമായി പോയല്ലേ? അല്ലെങ്കിൽ അത് ഈ വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ ആവും. ഇപ്പം നമ്മൾ ശരിക്കും അങ്ങോട്ട് ചൂടായി വൈകിട്ട് 7 മണിക്ക് 9 മണിക്ക് കിടക്കാൻ പോകുന്നതിന് മുമ്പ് രമ്യതപ്പെടാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കുകയില്ല. അത് നമ്മളിപ്പം ഒരു സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴും കുറേ കൂടെ അതിൻ്റെ പ്രകാശം നിൽക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഏത് ടെൻഷൻ കുറഞ്ഞാലും അതിൻ്റെ തിര ഇങ്ങനെ നിൽക്കും. അത് സബ്സൈഡ് ചെയ്യണം, എങ്കിലേ നമുക്കതിനകത്ത് പരിഹരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് വെറുതെ വെട്ടൊന്ന് മുറിരണ്ടെന്നുള്ള രീതി വരും. നമുക്ക് ഏത് മുറിവുണ്ടായാലും അത് കരിയാം, പക്ഷെ കരിഞ്ഞാലും അതിൻ്റെ പാട് കിടക്കും. അത് നമ്മൾ മറക്കല്ലേ. മുറിവ് കരിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു പാട് കിടക്കും. അതുപോലെ മനസ്സിൻ്റെ മുറിവും അങ്ങനെയൊക്കെ പോയാലും ഒരു പാട് കിടക്കും. ആ പാടൊരു വിങ്ങലും തേങ്ങലും ആയിരിക്കും. അതും കൂടെ കഴിയാൻ വരെ കാത്തിരിക്കണം, അല്പം ക്ഷമയോടെ കാത്തിരിക്കണം. ഈ ചിലരുണ്ട്, അവർ പെട്ടെന്ന് വഴക്കുണ്ടാക്കും, വളരെ പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യും. ചിലരുണ്ട് പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, എങ്ങനെയൊക്കെ കാല് പിടിച്ചാലും കുറേ പുറകെ നടന്നാലും ഒക്കെ ഉള്ളൂ. ഇങ്ങനെ രണ്ട് കൂട്ടരും ഇല്ലേ ശരിക്കും? ഈ പെട്ടെന്ന് ചൂടായി പെട്ടെന്ന് നടക്കുന്നവർ ശുദ്ധാത്മാക്കളാണ്. സിദ്ധാത്മാക്കളാ. അത് നമ്മൾ പറയും നല്ല ശുദ്ധാത്മാക്കൾ പെട്ടെന്ന് കോപിക്കും. പക്ഷേ വെച്ചുകൊണ്ടിരിക്കുകയല്ല, സൂര്യാസ്തമയത്തിന് മുമ്പ് കോപാസ്തമയം അവർ നടന്നിരിക്കുക. അതാണ് ശുദ്ധാത്മാക്കളായ മനുഷ്യൻ. വേറെ ചിലർ ഈ പിടിവാശിയാണ്, കല്ല് പൊഴിച്ച മനസ്സാണ്. പിണങ്ങിയല്ല, പിണങ്ങിയാൽ പിന്നെ കുറെ കഴിഞ്ഞതിന് മിണ്ടുന്നുള്ളൂ, മിണ്ടണമെന്ന് തന്നെ തീരുമാനിക്കട്ടെ, അങ്ങനെ മസിൽ പിടിച്ച് പോകുന്നവരുമുണ്ട്. അത് 2 തരം വ്യക്തിത്വങ്ങളാണ്. അപ്പം അത് പിന്നെ ഈ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുടെ ഭാഗം കൊണ്ട് അങ്ങ് പച്ചപ്പ് ചെയ്ത് അങ്ങ് പോകാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. ഈ കല്യാണം കഴിക്കുന്ന ദമ്പതികളെ കാണുമ്പം മിക്കവാറും കർത്താവ് അങ്ങനെയായിരിക്കും യോജിപ്പിക്കുക. ഒരാൾക്ക് പിടിവാശി കൂടുതലാണെങ്കിൽ മറ്റേയാൾ സ്വാഭാവികമായിട്ടും ശുദ്ധഹൃദയമുള്ളവരായിരിക്കും. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുപോലെ സ്വഭാവമുള്ളവരൊരു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പാടല്ലേ? അത് കുടുംബത്തിലൊരു തകർച്ചയാണ്. ദാമ്പത്യം വിജയിക്കത്തുമില്ല. അതിങ്ങനെ ഏറ്റുമുട്ടലും വഴക്കും, അല്ല ചുമ്മാ അപ്പടി അയഞ്ഞ് ലൂസായിട്ട് പോവുക, അല്ല എക്സ്ട്രീമിലി സ്ട്രിക്റ്റായിട്ട് പോവുക, അങ്ങനെ അങ്ങ് കുടുംബം തീർന്നു പോകും. ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന പോലെ അവരങ്ങ് കഴിഞ്ഞ് അവസാനിപ്പിച്ച് പോവുക. അതുപോലെ തന്നെ നമ്മൾ ഈ കലഹിക്കുമ്പം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചൊന്നും ആയിരിക്കില്ല ചിലപ്പം വിളിച്ച് പറയുന്നത്. ഒരു ചെറിയ കാര്യം പറയാനായിരിക്കും ആഗ്രഹിച്ചത്, പക്ഷെ 12 കൊല്ലം മുമ്പത്തെ കഥ വരെ എടുത്തിട്ടിട്ട് ഇങ്ങനെ കുളമാക്കുമല്ലോ, വായി തോന്നുന്ന ഒരു പിടുത്തവും ഇല്ലാതെ. പക്ഷേ കലഹം കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി എണ്ണിപ്പെറുക്കി പറഞ്ഞ് നമ്മളൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ ചിലരിയ്ക്കും, പക്ഷെ വീണ്ടും കലഹമായി മാറാറുണ്ട്. അപ്പോൾ അതിൽ ഈ പഴയ കലഹിച്ച കാര്യങ്ങളെ ഒരുപാട് കീറി മുറിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്. നമ്മൾ ഏത് ഇഷ്യൂവിനെക്കുറിച്ചാണ് വഴക്കുണ്ടായത് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അങ്ങനത്തെ ഉണ്ടാകാൻ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ വർത്തമാനത്തിൽ പറയണം, ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഇങ്ങനെയൊക്കെ അരിശം വരുന്നത്, നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചില്ലല്ലോ ഇങ്ങനെയൊക്കെ വന്നത്, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. അപ്പം ചെയ്ത ഇഷ്യൂ കല്യാണം കഴിച്ച നാൾ മുതൽ അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ 1.5 വർഷമായിട്ടെന്ന് പറഞ്ഞാൽ പ്രശ്നം തിരിയല്ല. അല്ലെങ്കിൽ കെട്ടി വന്ന കാലം മുതൽ ഇയാളുടെ വീട്ടുകാർ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പ്രശ്നം തിരിയല്ല. അപ്പം കലഹത്തിൻ്റെ കാരണങ്ങൾ എണ്ണി പറഞ്ഞാൽ പ്രശ്നം വരികയില്ല. പരിഹാരം തരുന്നവനിലേക്ക് തിരിയണമെന്നുള്ളതാണ്. പ്രശ്നക്കാരിലേക്കല്ല തിരിയുന്നത്. കാനായിലെ കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു പോയി. അപ്പം വീഞ്ഞ് തീരുന്നതിൻ്റെ കാരണം ആരും തപ്പുകയല്ല, അതിന് പരിഹാരം തരുന്ന കർത്താവിലേക്ക് തിരിയുന്നു. അതുപോലെ കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോഴത്തേന് ഇന്ന കാരണങ്ങളാലാണ്, ഇവിടെ അമ്മയുടെ അനാവശ്യമായ ഫോൺ വിളിയാണ്, ഇവളുടെ അപ്പൻ്റെ ഇടയ്ക്കുള്ള കമൻ്റാണ്, ആങ്ങളമാരുടെ വിസിറ്റാണ്, ഇയാളുടെ പെങ്ങന്മാരുടെ സാന്നിധ്യമാണ്, അങ്ങനെ പറഞ്ഞാൽ തീരുകയില്ല. തീരാനുള്ള വഴി എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ അല്പം അകൽച്ച അവരിൽ നിന്ന് പാലിക്കുക, അല്പം സംഭാഷണം ശ്രദ്ധിക്കുക, അമിതമായ ഇടപെടലുണ്ടോ അരുതെന്ന് വിലക്കുക, എന്തെല്ലാം പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞ് അതിനെ പരിഹരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അന്നത്തെ 998 കാര്യം പറഞ്ഞ് 2023 ഇരുന്നാൽ എവിടെ പ്രശ്നം? സുവിശേഷം സദ്വാർത്തയാകുന്നതിനെ കാലാനുസൃതം ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴല്ലേ, അല്ലെ പഴയ വാർത്തയായിട്ടിരിക്കുകയുള്ളൂ. ഇതുപോലെ ജീവിതം അങ്ങനെ. ഇന്നലെ പലതും സംഭവിച്ചു, ഇന്ന് ഞാൻ വ്യത്യസ്തനാണ്. കാരണം നമ്മൾ പറയും ഇന്നലത്തെ ഞാനിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ്. ഇന്നലത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ. ഒരു ദിവസത്തിൻ്റെ ജീവിതാനുഭവം, എന്തോ ചില പഠിപ്പിച്ച പാഠങ്ങൾ, ഇതൊക്കെ കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും വ്യത്യസ്തരാണ്. ഇപ്പം സാത്താൻ്റെ സ്വഭാവം എൻ്റെ ഇന്നലെയെ കാണും, ദൈവത്തിൻ്റെ സ്വഭാവം എൻ്റെ ഇന്നിനെ കാണും. ഇന്നലത്തെ ഞാൻ ഇന്നത്തെ ഞാൻ.
ദൈവം ഇന്നലെ നിന്ന് എനിക്ക് വന്ന മാറ്റങ്ങളിലേക്കാണ് കാണുക. ഈ മാറ്റത്തിൽ നിന്നുകൊണ്ട് ഇന്നലകളിൽ സംഭവിച്ച് തെറ്റിപ്പോയല്ലോ എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു പരസ്പര ധാരണ, അതിൽ പോകുമ്പോഴാണ് കുടുംബത്തിൻ്റെ വിജയം. അവിടെ കലഹവും തീർന്നു. നമ്മൾ ഇന്ന മേഖല ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ആവശ്യമില്ലാത്തൊരു പാഴ്വാക്ക്, ആ വാക്ക് ഉപയോഗിക്കരുതാൽ മതിയല്ലോ. ഞാൻ ഉപയോഗിക്കത്തില്ല. അങ്ങനെ രണ്ടുപേരും എണ്ണി പറഞ്ഞാൽ തീർക്കാം. അല്ലെ ഇനി തോന്നിയാൽ ഞാൻ ചെയ്യും, അല്ല ഓരും പോരാ, അങ്ങനെ തീരത്തില്ല. ഈ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു മാനസിക പിരിമുറുക്കം കൊണ്ടാണ് കലഹം ഉണ്ടാകുന്നതെന്ന്. അപ്പോഴാണല്ലോ നമ്മൾ ഈ വായിത്തോന്നുന്നതെല്ലാം വിളിച്ച് പറയുന്നത്. അപ്പോൾ അതിന് കൊടുക്കാൻ പറ്റിയൊരു ഉപദേശം എന്താ? അങ്ങനെ പറയുമ്പം എടുക്കുന്ന വാക്കുകളൊക്കെ അക്ഷരം പ്രതി അങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. അതുകൊണ്ടല്ലോ അത് നമ്മൾ പറയും, ഈ ഒത്തിരി കോപത്തിൻ്റെ സമയത്ത് ഒരാൾ പറയുന്ന വാക്ക് അതൊരിക്കലും അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. അത് സൗഹൃദങ്ങളിലാകാം, പുറമെന്നതാകാം, കുടുംബബന്ധമാകാം, എവിടെ ആയിക്കോട്ടെ. നമുക്ക് അരിശം വന്ന് കോപം വരും, ചില വാക്ക് നമ്മളങ്ങ് പറയും. അങ്ങനെ പറയുന്ന മനുഷ്യൻ സത്യത്തെങ്കിൽ അത് ഉദ്ദേശിച്ചല്ല, അങ്ങ് വന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനെ അങ്ങനെ അങ്ങ് എടുക്കണം. കടൽ ശാന്തമാണ്, ഉൾക്കടൽ, തീരത്താണ് തിരമാല. അപ്പോൾ ഉള്ളിലെ ഉൾക്കടലിൻ്റെ ശാന്തത ഉള്ളിൽ സൂക്ഷിക്കണം. തീരത്തെ തിരമാല കുറെ കഴിയുമ്പോൾ തിരിച്ചങ്ങ് പോകും. ആ രീതി വേണം എടുക്കാൻ. ഇപ്പം ഒരു ഭാര്യയുടെ കൂടെ ജീവിച്ച് അവളെ ശരിക്കും മനസ്സിലാക്കിയ ആൾക്ക് ഏതോ ഒരു നിമിഷത്തിൽ പറയുന്ന ഒരു പാഴ്വാക്ക്, അരിശം, അങ്ങനെ എടുക്കത്തില്ല. വ്യക്തിയെ നമുക്കറിയാം. ഭർത്താവിനെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതോ ഒരു കോപത്തിൽ പറഞ്ഞ ഒരു വാക്ക് അത് മുഖവിലേക്ക് എടുക്കരുത്. നമുക്കറിയാം അതല്ല ഉദ്ദേശിച്ചതല്ല. അപ്പം നമ്മൾ ഉള്ളിൻ്റെ ശുദ്ധി അത് നമ്മൾ കാണണം. ഇടയ്ക്ക് വന്ന് രണ്ട് കൊമളയോ രണ്ട് തിരമാലയോ അല്ല, ബേസിക്കായിട്ട് അതല്ലല്ലോ ആളെ. അപ്പോൾ ഈ വഴക്കുമ്പോഴൊന്നും 24 മണിക്കൂറും 365 ദിവസവും അല്ലല്ലോ, ഇടയ്ക്കിങ്ങനെ വരുന്നു. നമ്മുടെ ഈ ഒഴുക്കിനിടെ ഇടയ്ക്ക് വരുന്നു, അതത്രേ ഉള്ളൂ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂളാവും. ഇല്ലെങ്കിൽ നമ്മൾ ടെൻഷനാവും. നമ്മളുമായി ബന്ധപ്പെട്ട ലോകവും മുഴുവൻ പിരിമുറുക്കം കൊണ്ട് നിറയും. അത് നമ്മൾ കലാപരമായിട്ട് എടുക്കുക. അതായത് വാക്കിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കാതിരിക്കുക. താൻ ചത്തുപോകുമെന്ന് പറഞ്ഞാൽ കൊല്ലുമെന്നല്ല, എന്നാലും പറഞ്ഞു കഴിയുമ്പോഴത്തേന് ചത്താലത്തെ പിള്ളേ അവസ്ഥയോ, ഇവള് നീ അങ്ങനെ അടി ഇതാടി, നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും, ഇല്ലാതെ വന്നാലോ അന്നേരം പട്ടുപിടിക്കും. അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ എടുക്കാവുള്ളൂ. അങ്ങനെ എടുക്കാൻ കുറച്ച് ലൈറ്റായിട്ട് എടുക്കാൻ പഠിക്കണം അല്ലേ, എല്ലാ കലഹങ്ങളെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെയല്ലേ ഒന്നേന്ന് തുടങ്ങാൻ പഠിക്കണം ഓരോ ദിവസവും, അല്ലേ തലേ ദിവസം മറന്നുകൊണ്ട് പൂർണ്ണമായി മറക്കുക എന്നുള്ളതൊരു കഴിവാണ് കലഹം അവസാനിപ്പിക്കാൻ. ക്ഷമിക്കുക, മറക്കുക, വീണ്ടും ഒന്നേന്ന് തുടങ്ങിക്കളയാം. അതുകൊണ്ടാണല്ലോ ബൈബിൾ തന്നെ പറയുന്നത്, കർത്താവിന് സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഓരോ ദിവസത്തിലും അത് പുതിയതാണ്. കർത്താവിന് നമ്മൾ മാറ്റി വായിക്കണം. ഭർത്താവിനെ സ്നേഹം ഒരിക്കലും ഓരോ വാക്കും മാറ്റി വായിക്കണം. ഭർത്താവ് ഭാര്യയുടെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ സ്നേഹം അസ്തമിക്കുന്നില്ല. അങ്ങനെ അപ്പോഴാണ് സദ്വാർത്തയായിട്ട് മാറുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കാണാനും അതിനെ വിലയിരുത്താനും ഒക്കെ ആയിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ ഓരോ ദിവസവും ദൈവം നീട്ടിത്തരുന്ന ആയുസാണ്. രാവിലെ എഴുന്നേൽക്കുമ്പം പ്രൈസ് ദി ലോർഡ്, ഒരു ദിവസം കൂടെ കാണാൻ ഭാഗ്യം കിട്ടിയല്ലോ, ആ ദിവസത്തെ പിന്നെ ആഘോഷമാക്കണം. ഒരാഴ്ചത്തെ ആഘോഷമല്ല, ഒരു നിമിഷത്തിൻ്റെ ആഘോഷമാണ് ദാമ്പത്യത്തിന് വേണ്ടി. ഓരോ നിമിഷവും അങ്ങനെ നിമിഷം ആഘോഷിക്കുമ്പോൾ ഒരു മണിക്കൂർ വിശദമാവും, മണിക്കൂർ ആഘോഷിക്കുമ്പോൾ ഒരു ദിവസം വിശദമാവും. അപ്പം ആ രീതിയിൽ ഓരോ വാക്കും പെരുമാറ്റവും എല്ലാം എൻ്റെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. നാളെ എനിക്കൊരു നല്ല ഇന്നലെ ഉണ്ടാകണമെങ്കിൽ ഒരു നല്ല ഇന്ന് വേണം. ഒരു നല്ല ഇന്നില്ലെങ്കിൽ എനിക്കൊരു നല്ല ഇന്നലെയില്ല. അതുപോലെ നല്ലൊരു നാളെ ഉണ്ടാകണമെങ്കിൽ ഇന്ന് വളരെ നന്നായിരിക്കണം. അത് ഇന്നലെ ഇന്ന് നാളെ എന്നുള്ള പ്രയാണത്തിലാണ് നമ്മൾ. അത് നമ്മൾ ആ രീതിയിൽ ശ്രദ്ധാപൂർവം പോയാലേ കലഹമില്ലാത്ത ജീവിതമായിട്ട് പരിഹരിച്ച് പോകാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അതുപോലെ തന്നെ അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു പ്രതീക്ഷ ആണ് ഈ കലഹത്തിന് വേറൊരു അടിസ്ഥാനപരമായ കാരണം. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയാണല്ലോ, നമ്മൾ പ്രതീക്ഷ പോലെ ഇടപെട്ടില്ല, മിണ്ടിയില്ല, പറഞ്ഞില്ല, അതുപോലെ അല്ല എന്നുള്ളതാണല്ലോ ബേസിക് ആയിട്ടുള്ള കാരണം. അപ്പോൾ ഈ പ്രതീക്ഷനെ നിയന്ത്രിച്ച് എങ്ങനെ നിർത്താം, അതൊരു കലഹത്തിലേക്ക് എത്താതെ എങ്ങനെ ഒരു അക്സെപ്റ്റൻസ്, അണ്ടർസ്റ്റാൻഡിങ്? അമിതമായ പ്രതീക്ഷ വയ്ക്കാതിരിക്കുക. നമ്മൾ ദൈവം എന്ത് തരുന്നോ അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ജീവിക്കുക. ഒത്തിരി പ്രതീക്ഷിച്ചാൽ അതിന് ആനുപാതികമല്ലാത്ത എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മൾ വളരെ അസ്വസ്ഥരാകും, പൊട്ടിത്തെറിക്കും. കിട്ടിയത് ഭാഗ്യം, ആ രീതി നമ്മൾ ജീവിക്കാൻ പഠിക്കണം. പിന്നെ ഒരു ഗ്ലാസ് എടുക്കുന്നു, ഒരു കുപ്പി എടുക്കുന്നു. ഒരു കുപ്പി കൊള്ളുന്ന അത്രയും വെള്ളം ഒരു ഗ്ലാസ്സിൽ കൊള്ളുമെന്ന് പ്രതീക്ഷിക്കരുത്. അതിൻ്റെ വ്യാസമുണ്ട്, ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു വ്യാപ്തിയുണ്ട്, അതിനകത്തുള്ളതേ ഉള്ളൂ. ഒരു ബസ്സിൻ്റെ ടയറിനകത്ത് കയറുന്ന കാറ്റ് സൈക്കിൾ ട്യൂബിൽ കയറാൻ പറ്റുകയില്ല. ഓരോന്നും വ്യത്യാസമാണ്.
അതുപോലെ ഒരു ഭാര്യയിൽ നിന്നും എനിക്ക് പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറത്തേക്ക് സൈക്കിൾ ട്യൂബിൽ ബസ്സിൻ്റെ ടയറിനെ കാറ്റ് കയറുന്ന പോലെ പ്രതീക്ഷിക്കരുത്. എൻ്റെ ഭർത്താവിൽ നിന്നും ഗ്ലാസ്സിൽ കൊള്ളുന്നത് കുപ്പി കൊള്ളുന്നിടത്തോളം പ്രതീക്ഷിക്കരുത്. ചില കാര്യങ്ങൾ മാർജിനിട്ട് എടുക്കുന്നു, ഇത്രേ പറ്റുള്ളൂ, ഓക്കെ, അതിന് ബാക്കി ഞാൻ ചെയ്യും. എൻ്റെ ഭാര്യയ്ക്ക് ഇത്രേ പറ്റുള്ളൂ, ബാക്കി ഞാൻ ചെയ്യും. ആ രീതിയിൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ എടുക്കാൻ പഠിച്ചാൽ വിജയിച്ചു. എനിക്ക് തോന്നുന്നു ശരിക്കും ഇത് കുറേ കാലങ്ങൾ പിടിക്കുന്ന ഒരു കലയാണല്ലോ ഈ കുടുംബജീവിതം. ആദ്യകാലത്തുള്ള അടിയൊന്നും കുറച്ചാൾ കഴിയുമ്പോൾ ഇല്ല, കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ പിന്നെ അടിയേ ഇല്ല, ബഹളവേ ഇല്ല. അങ്ങനെയാണല്ലോ പ്രായമായി കഴിയുമ്പോൾ നമ്മളങ്ങ് അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി, ഇവരൊക്കെ ഇങ്ങനെയാണ്, ഈ രീതിയാണ്. അത് എനിക്ക് തോന്നുന്നു കുറച്ച് ക്ഷമയോടെ കാത്തിരുന്നാൽ എല്ലാ കുടുംബജീവിതങ്ങളും നന്നാകുമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കണം, അല്ലേ? കാലമെടുക്കും, സമയമെടുക്കും. ഇതൊക്കെ സമയമെടുത്താലേ നമുക്കൊരു ധാരണ വരത്തുള്ളൂ, സമയത്തിൻ്റെ ധാരണ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി കാര്യം ലെറ്റ് ഗോ എന്ന് പറയല്ലേ, അതെ, ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുമ്പം ഒരുപാട് പ്രശ്നം അല്ലെങ്കിൽ ഇല്ലാതാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മറ്റുള്ളവരുടെ ഇടപെടലുകൾ മൂലം മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ, സ്വന്തക്കാരുടെ, അയൽവക്കംകാരുടെ ഒക്കെ ഇടപെടലുകൾ മൂലം കലഹം ഉണ്ടാകുന്ന കേസുകളുണ്ട്. അന്യൻ്റെ കാര്യം പറഞ്ഞൊക്കെയുള്ള കലഹങ്ങൾ. ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ നേരിടാം? ഒന്നാമതായിട്ട് ഈ അനാവശ്യമായ നുഴഞ്ഞുകയറ്റക്കാരെ അനുവദിക്കാതിരിക്കുക. ഉദാഹരണം, ഈ ഒരു ഭാര്യയുടെ അമ്മയുടെ നിരന്തരമായ ഫോൺ വിളിയും കുശലാന്വേഷണമാണ് കാരണമെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അമ്മയുടെ ഫോൺ വിളി നിർത്തണം. കാരണം അമ്മയാണ് മകളെ നശിപ്പിക്കുന്നത്. കാരണം സ്നേഹാന്വേഷണമായിരിക്കും, പക്ഷേ ഇവരുടെ കുടുംബത്തെ തകർക്കുമെങ്കിൽ ആ ഫോൺ വിളിക്ക് അർത്ഥമില്ല, അത് മാറണം. ഭർത്താവിൻ്റെ പെങ്ങന്മാരുടെ അമിതമായ ഇടപെടലും വർത്താനമാണെങ്കിൽ ആ പെങ്ങളുടെ വരവ് നിർത്തണം. അപ്പം അങ്ങനെയുള്ള ആർക്കാണോ മുൻതൂക്കം കൊടുക്കേണ്ടെന്ന രീതിയിൽ മുൻതൂക്കം കൊടുക്കണം. അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഒരു പ്രയാസം ഉണ്ടെന്നുള്ളത് ഭർത്താവ് അറിയേണ്ടത് ഭാര്യയിൽ നിന്നാണ്, എന്നിട്ട് അവിടെ ആങ്ങളെ പറഞ്ഞല്ല അറിയേണ്ടത്. ഭർത്താവിന് ഒരു നൊമ്പരം ഉണ്ടെങ്കിൽ അത് അറിയേണ്ടത് ഭാര്യ പറഞ്ഞാണ്, അല്ലാണ്ട് അവൻ്റെ പെങ്ങന്മാർ പറഞ്ഞല്ല അറിയേണ്ടത്. അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്കൊരു വിലയും നിലയുമുണ്ട്, ആ നിലയ്ക്ക് ആനുപാതികമായ കാര്യങ്ങൾ നടന്നിരിക്കണം. അല്ലാതെ വന്നു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം, നമ്മുടെ നുഴഞ്ഞുകയറ്റക്കാർ വന്ന് ഭരണം നടത്തും. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നമാകും. ഈ നമ്മൾ ചിലപ്പം പേരൻസിൻ്റെ കൂടെ താമസിക്കുന്നു, അപ്പനും അമ്മയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാൻഡ് ചിൽഡ്രൻ്റെ ഒക്കെ അടുത്തുള്ള ഇടപെടലുകൾ മൂലം ഭയങ്കര പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഗ്രാൻഡ് പേരൻസ് പറഞ്ഞാലേ കുട്ടി കേൾക്കുകയുള്ളൂ, അമ്മയും അപ്പനും പറഞ്ഞാൽ കുട്ടി കേൾക്കില്ല. അപ്പം ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ താമസിക്കണോ വേണ്ടയോ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വന്നിട്ട് അവസാനം ഇവർ മാറി താമസിക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ പൊതുജനം പറയും, അപ്പനെയും അമ്മേനെയൊക്കെ ഇട്ടിട്ട് മാറി താമസിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കുറേ കുടുംബങ്ങൾ ഇങ്ങനെയൊക്കെ സഫർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് എന്താ പറയാൻ പറ്റുക? അത് രണ്ട് കൂട്ടം ഗ്രാൻഡ് പേരൻസ് വരാം. ചിലപ്പം അപ്പനും അമ്മയ്ക്കും കൊടുക്കാത്ത മൂല്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാൻഡ് പേരൻസ്, അവിടെ പ്രശ്നമില്ലല്ലോ ശരിക്കും. അങ്ങനെയുള്ള ഗ്രാൻഡ് പേരൻസ് ഒരു പ്രശ്നമല്ല. അതേസമയത്ത് അത് മനസ്സിലാക്കാതെ ചുമ്മാ ഞങ്ങളുടെ ലോകം സ്വാതന്ത്ര്യം പറഞ്ഞ് മക്കളെ കൊണ്ട് പോകുന്നവരുണ്ട്, അവർ ഗതി പിടിക്കത്തില്ല. അതേസമയത്ത് ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ ഇടപെടലുകൊണ്ട് ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ ചുമ്മാ സ്പോയിൽഡ് ചിൽഡ്രനാക്കി മാറ്റാം. ചുമ്മാ ആ രീതിയിൽ ഒരു ചിട്ടയില്ല, മനക്കെട്ടിയില്ല, എപ്പോഴും കളിതമാശയും വെളിച്ചിലുമാവും. അങ്ങനെയുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഗ്രാൻഡ് പേരൻസിൻ്റെ അവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. കൂടെ നിന്നാൽ ബലപ്പെടുത്തുമെങ്കിൽ അങ്ങനെയും, ബലപ്പെടുത്തുകയില്ലെങ്കിൽ മാറ്റി നിർത്തണം. അങ്ങനെ ജീവിച്ചാലേ അടിസ്ഥാനപരമായിട്ട് വളർച്ച വരുള്ളൂ. പ്രത്യേകിച്ച് പേരൻസിൻ്റെ വാക്ക് അവസാനമായിട്ട് കേൾക്കുന്ന മക്കളാകണം. അപ്പം അവരുടെ വാക്ക് നല്ലതുമായിരിക്കണം ആ രീതിയിൽ. ഈ നമ്മളല്ലാതെ തന്നെ ഈ ചില ദമ്പതികൾക്കിടയിലും ഒക്കെ കലഹങ്ങൾ ഉണ്ടാകുന്നത് മറ്റുള്ളവരെന്തു പറയും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വരച്ചേർച്ചയില്ലാതെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നീ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നു, കെട്ടിയവന് പ്രശ്നമില്ല, പക്ഷെ മറ്റുള്ളവരെന്ത് പറയും, അല്ലെങ്കിൽ മക്കൾ ഇങ്ങനെ പോകുന്നു, അത് നാട്ടുകാരെന്ത് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ ഒരുപാട് നോക്കേണ്ടതുണ്ടോ? നോക്കണം, അതിനൊക്കെ ഒരു പരിധി. അത് എല്ലാത്തിനും ഒരു ബാലൻസ് സിസ്റ്റമാണ്. നമുക്കറിയാമല്ലോ, ഈ ക്ലോക്കിൻ്റെ പെൻഡലം പോലെ 2 എക്സ്ട്രീം ആടുമ്പോഴാണ് നോർമൽ ബിൽഡ് സ്റ്റേജിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് ചെയ്യാൻ പോയാൽ നമ്മൾ വിജയിക്കുകയല്ല. ആരെയും നോക്കാതെ എൻ്റെ സൗകര്യം പോലെ എന്ന് പറഞ്ഞാലും അതും വിജയിക്കത്തില്ല. അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ളവർ വരുന്ന അനാവശ്യമായ കമ്പനി എന്നെ ബാധിക്കുന്നില്ല, എനിക്ക് എൻ്റെ വഴി നോർമലാണെന്ന് വരിയിൽ
ശരിയല്ലെന്ന് പറഞ്ഞ് ഞാൻ തിരുത്തുകയും വേണം. എപ്പോഴും ഒരു തേർഡ് പാർട്ടിയെ പ്ലീസ് ചെയ്യാനോ ആളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തനിമ നഷ്ടപ്പെട്ടു പോകും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുന്നതാണല്ലോ അച്ഛൻ എപ്പോഴും പല എപ്പിസോഡിലും പറയാറുണ്ട്. അപ്പോൾ ഈ കലഹ പിശാചിനെ തുരത്തി വിടാൻ എനിക്ക് തോന്നുന്നു ഒന്നിച്ച് നിൽക്കുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ചുള്ള വിശുദ്ധ കുർബാനയൊക്കെ നമ്മൾ ഒത്തിരി സഹായിക്കും എന്നാണ്. തീർച്ചയായിട്ടും ഒരു ആത്മീയ അഭിഷേകം വരുമ്പോഴേ തിന്മയുടെ ദുരന്ത ശക്തികൾ ഇല്ലാതാക്കപ്പെടും, അതങ്ങ് തീരും. ഒരു ആത്മീയ അഭിഷേകം, അതിന് പ്രാർത്ഥന, കവദാശ ജീവിതം ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ നല്ല അറിവുള്ള മനുഷ്യരോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചും സംസാരിച്ചും ഒക്കെ സൗഹൃദങ്ങളും ഒക്കെ വളർത്തിയെടുത്ത് ആ രീതിയിലൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുടുംബത്തിലെ കലഹം തീർക്കാം. അല്പം കൂടെ ഭൂമിയിൽ ഒരു സ്വർഗം പണി നന്നായിട്ട് വീടിനെ മാറ്റാൻ പറ്റും. അപ്പം ലെറ്റ് ഇറ്റ് ഗോ, പോട്ടെ, സാരമില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോ ദിവസവും പുതുതായിട്ട് അങ്ങ് തുടങ്ങാം. ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് തന്നെ നമ്മൾ കളയണം. ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കിയാലും പരിഹാരമായി. തുടർച്ചയായ 2 എപ്പിസോഡുകളിൽ കലഹവും കലഹ പരിഹാര മാർഗങ്ങളും ഒക്കെ കിട്ടിയത് കൊണ്ട് മിക്കവാറും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ ദമ്പതിമാർക്കൊക്കെ ഈ എപ്പിസോഡ് ഒരു പ്രയോജനമാകും. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക്